ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചോക്കോബാറിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാം. നമ്മുടെ മക്കൾക്കും നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം അല്ലേ ചോക്കോബാർ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരും കൂടുതലും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഐറ്റം അല്ലേ. പുറത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ഒരു ചോക്കോബാർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ ധൈര്യത്തോടു കൂടി ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചോക്കോബാറിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ചോക്കോബാർ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. അതും ഞാൻ ഇന്നിവിടെ ചോക്കോബാർ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഇതേപോലെയുള്ള ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കോംബോ എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള കോംബോ തന്നെ എടുക്കട്ടെ. അപ്പോൾ ഞാനിത് 2 പീസാണ്, അതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി കിട്ടിക്കോളും. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഗ്രാമോളം നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല പോലെ അങ്ങ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയിക്കോളും. ഒരല്പം പോലും വെള്ളം നമ്മളിതിൽ ആക്കിയെടുക്കരുത് കേട്ടോ. അത് നമ്മളെപ്പോഴും ചോക്ലേറ്റ് വാങ്ങിച്ചെടുക്കുമ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോംബോ നമ്മൾ വാങ്ങിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ചോക്കോബാറിൽ എപ്പോഴും നല്ല ഡാർക്ക് കളറാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതവിടെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ എല്ലാ വശവും ഒന്ന് തേച്ച് പിടിപ്പിച്ചങ്ങ് എടുക്കുക. നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു മോൾഡിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം നമ്മുടെ ഈ ഒരു. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതിലേക്ക് നമുക്ക് 11 ഗ്ലാസ്സിലേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണ്. നമ്മളൊരു മീഡിയം ലെവലിലുള്ള മധുരമാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് മധുരത്തിൽ ചെയ്തെടുക്കുന്നില്ല. പിന്നെ നമ്മളിതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് വാനില എസൻസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലിലാണ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ചൂടായതിന് ശേഷം ചേർത്താൽ മതിയാവും. പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി വരും. അല്ലെങ്കിൽ പിന്നെ അത് കട്ട പിടിച്ച് അങ്ങിരിക്കും. ഇതാ
2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചൂടായ പാലിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കട്ടകളില്ലാതെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ടകളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒന്ന് കൂളാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചോക്കോ ബാറിൻ്റെ മിക്സ് ഞാൻ നല്ലപോലെ തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂർ നല്ലപോലെ ഒന്ന് കൂളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് നമ്മളിതിലേക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, ഇത് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഗ്ലാസ്സിലും നമ്മൾ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇതാ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതേപോലെ അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്ത് നമുക്കിതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ തന്നെ നമ്മളിതൊന്ന് കീറി കൊടുത്താൽ മതിയാവും. സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തലേദിവസം രാത്രി റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചോക്കോ ബാർ ഞാനിതാ ഫ്രീസറിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി എടുത്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കണ്ടില്ലേ, എല്ലാം നല്ലപോലെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഗ്ലാസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ഈ ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് കീറിയെടുക്കാം. ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. പിള്ളേരെല്ലാവരും ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ വന്നെടുത്ത് കഴിച്ചോളും. കണ്ടില്ലേ, ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 എണ്ണം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇതേപോലെ നമുക്കൊരു കത്രിക വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കീറിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്കോബാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം അല്ലേ. എല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ചോക്കോബാറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മൾ കവറായിട്ട് ഫുള്ളായി ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഗ്ലാസ്സിൽ നമ്മൾ ചോക്ലേറ്റ് റെഡിയാക്കി എടുത്ത കാരണം നമ്മുടെ ആ ഒരു ഉള്ളിൽ ഒഴിക്കുന്ന ആ ഒരു ഐറ്റം കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പാലുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കവറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.